ഹലോ എവ്രിവൺ, വെൽക്കം ടു നന്നൻ അക്കാദമി. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ആധുനിക തിരുവിതാംകൂറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. രണ്ടാമത്തെ ചോദ്യം, വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയ്. മൂന്നാമത്തെ ചോദ്യം, ധർമ്മരാജ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ധർമ്മരാജ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. നാലാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരെയാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഗൗരി പാർവതിബായ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഗൗരി പാർവതിബായ്. അഞ്ചാമത്തെ ചോദ്യം, കുഞ്ഞുകുട്ടി തമ്പി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? കുഞ്ഞുകുട്ടി തമ്പി എന്നറിയപ്പെട്ടിരുന്നത് വേലുത്തമ്പി തളവ. കുഞ്ഞുകുട്ടി തമ്പി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? വേലുത്തമ്പി തളവയാണ് കുഞ്ഞുകുട്ടി തമ്പി എന്നറിയപ്പെട്ടിരുന്നത്. ആറാമത്തെ ചോദ്യം, രാജകവി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? രാജകവി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. രാജകവി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. ഏഴാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ആദ്യം മലയാളം പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചത് ആരാണ്? തിരുവിതാംകൂറിൽ ആദ്യം മലയാള പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലി. എട്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയത് ആരുടെ കാലത്താണ്? തിരുവിതാംകൂറിൽ പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയത് ആരുടെ കാലത്താണ്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയത് ആരുടെ കാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ. ഒമ്പതാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ തൃപ്പടിദാനം നടത്തിയത് ആരാണ്? തിരുവിതാംകൂറിലെ തൃപ്പടിദാനം നടത്തിയത് ആരാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ. പത്താമത്തെ ചോദ്യം, ധർമ്മരാജ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. പതിനൊന്നാമത്തെ ചോദ്യം, 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്? 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. പന്ത്രണ്ടാമത്തെ ചോദ്യം, 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശീയർ ആരാണ്?
1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശീയർ ആരാണ്? ഉത്തരം ഡച്ചുകാർ. മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ചത് ആരെയാണ്? ഏത് വിദേശീയരാണ്? ഡച്ചുകാർ. 13ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ നക്ഷത്ര ബംഗ്ലാവ് പണികഴിപ്പിച്ച മഹാരാജാവ് ആര്? തിരുവിതാംകൂറിൽ നക്ഷത്ര ബംഗ്ലാവ് പണികഴിപ്പിച്ച മഹാരാജാവ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ നക്ഷത്ര ബംഗ്ലാവ് പണികഴിപ്പിച്ച മഹാരാജാവ് സ്വാതി തിരുനാൾ. 14ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഗൗരി ലക്ഷ്മിബായി. 15ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ആരാണ്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ആരാണ്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. 16ാമത്തെ ചോദ്യം. ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ്? ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ മഹാരാജാവ്. ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. 17ാമത്തെ ചോദ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തിരുവിതാംകൂർ സമർപ്പിച്ച ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്നു? പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തിരുവിതാംകൂർ സമർപ്പിച്ച ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചടങ്ങ് തൃപ്പടിദാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് തൃപ്പടിദാനം? തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചടങ്ങിനെയാണ് തൃപ്പടിദാനം എന്ന് വിളിക്കുന്നത്. 18ാമത്തെ ചോദ്യം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1946. 19ാമത്തെ ചോദ്യം. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ലയിപ്പിച്ച് കേരള സംസ്ഥാനം രൂപീകരിച്ചതെന്നാണ്? 1956 നവംബർ 1. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ലയിപ്പിച്ച് കേരള സംസ്ഥാനം രൂപീകരിച്ചത് 1956 നവംബർ 1. 20ാമത്തെ ചോദ്യം. തിരുവിതാംകൂർ കൊച്ചി ലയിച്ച വർഷം? തിരുവിതാംകൂറും കൊച്ചിയും കൂടി ലയിച്ച വർഷം 1949.